ഞാൻ അറിഞ്ഞു സാർ. ഇപ്പം തന്നെ ഇറങ്ങാം സാർ. ഓക്കെ സാർ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഞാൻ MLA വിളിച്ചിരുന്നു. എന്താണ്, മന്ത്രിയുടെ നമ്പർ കിട്ടിയില്ലേ? മന്ത്രിയെ വിളിച്ചിട്ട് കിട്ടിയില്ല, പിന്നെ MLA വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ മന്ത്രി തിരിച്ചു വിളിച്ചു. ഓ, ഇവിടെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തു. സാറേ പട്ടിക്കൂട് എവിടെയാണ്? സാറേ സാറേ, എന്റെ നെയ്മറും മെസ്സി ഇതുവരെ ഉണർന്നിട്ടില്ല. ഇതൊക്കെ സെർവൻസാ? അല്ലല്ല, അവര് മക്കളാ. ഓ, മക്കളെ, ഇറച്ചിയിൽ മയക്കുമരുന്ന് കൊടുത്തിട്ടാ അവൻ എന്റെ മക്കളെ പറ്റിച്ചത്. അതിനെ കനക്കൊണ്ടോന്ന് നോക്കിയാ സാർ. പോത്തിറച്ചിയാൻ തോന്നില്ലേ സാറേ? പോത്താം. മോനെ നെയ്മറേ, മെസ്സി സഹിക്കാൻ പറ്റുന്നില്ല സാറേ. എന്താടോ? കുഴപ്പമില്ല സാർ, കൂർക്കമ്പലി ചുറങ്ങുകയാണ്. നോക്കിയടോ? നോക്കി സാർ. രാത്രി 10 മണി മുതൽ വെളുപ്പിന് 1 മണി വരെ ക്യാമറ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല സാർ. അവന്മാര് CCTVയിൽ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടാവും സാർ. അവർ എങ്ങനെ അകത്ത് കയറുന്ന അറിയില്ല. ജനൽ പൊളിച്ചിട്ടുമില്ല, വാതിലൊന്നും പൊടിച്ചിട്ടുമില്ല. ഇന്നലെ രാത്രി നിങ്ങൾ എത്ര മണിക്കാ കിടന്നേ? ഒരു 10 മണിയായി കാണും. മദ്യപിക്കാറുണ്ടോ? അത്താഴത്തിന് മുമ്പ് ചെറുത് 2 രണ്ടുപേർക്കുണ്ടോ ശീലം? അവള് വൈനടിച്ച ഫിറ്റായി പോകും. ഇവിടെ വേറെ ആരൊക്കെയാ ഉള്ളത്? ഞങ്ങള് മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ കേങ്ങാൻ മേടിക്കല. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ? കാശായിട്ട് 50,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം അമേരിക്കൻ ഡോളറായിരുന്നു. പിന്നെ സാറേ, എന്റെ 10 പവന്റെ സ്വർണവും പോയി. സാറേ, അവനൊരു പ്രത്യേകതരം കള്ളനാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ടല്ലോ സാറേ, അടുക്കളയിലിരുന്ന് നല്ല 20 നാടൻ താറാമുട്ട അതവൻ കൊണ്ടുപോയി. ഇങ്ങേർക്ക് പയൽസിന്റെ അസുഖമുള്ളതാ. കുരുമുളക് ഇട്ട് വാട്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം മേടിച്ചതാ. സാറേ, എനിക്കൊരു സംശയം, അവനും പൈൽസ് ഉണ്ടോന്ന്. നമുക്ക് നോക്കാം. പിന്നെ സാറേ, അടുക്കളയുടെ പിന്നാമ്പുറത്തിരുന്ന 2 നാടൻ ഏത്തക്കൊല അതും അവൻ കൊണ്ടുപോയി. കാശും സ്വർണ്ണം അല്ലാതെ നാടൻ താറാമുട്ട, നാടൻ കൊല മോഷണം പോയല്ലേ? വേറെന്തെങ്കിലും മോഷണം പോയോ? നാടൻ പോയി സാറേ. എന്താ? ബാബു വാറ്റിക്കൊണ്ട് വന്നല്ല അസല് വാറ്റ് കൊണ്ടുപോയി സാറേ. അതിന് 2 കുപ്പി. അതും അവൻ അടിച്ചോണ്ടു. തൊട്ടപ്പുറത്ത് സ്കോച്ച് ഉണ്ടായിരുന്നു, അതവൻ തൊട്ടിട്ടില്ല. അത് കൊണ്ടുപോയാലും എനിക്ക് വിഷമമില്ലായിരുന്നു സാറേ. സ്കോച്ച് നാടനല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ആയിരിക്കും. ഈ വാറ്റുകാരന്റെ പേരെന്താന്ന് പറഞ്ഞേ? ബാബു. അയ്യോ, അവൻ വാറ്റുകാരനല്ല, അവൻ നമ്മുടെ സെക്യൂരിറ്റിയാ. നമുക്ക് വേണ്ടി വല്ലപ്പോഴും ഒന്ന് വാറ്റും, അത്രേ ഉള്ളൂ. അല്ല, ഇനി പറഞ്ഞാലും കിട്ടുമല്ലോ. 2 കുപ്പി പറഞ്ഞാ കിട്ടില്ല. ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞു സാറേ. സാറിന് എപ്പോഴും ഞെത്തും. സാറിന് ധൃതിയില്ലെങ്കിൽ നമുക്കൊന്ന് കൂടിയച്ച് പോവാം. വേറെ ദിവസം വരാം. സാറിന് ധൃതി ഉണ്ടെന്ന് തോന്നുന്നു. ഇയാളുടെ കോറിയിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ബാബു. അവൻ ഇന്ന് തന്നെ പൊക്കിക്കോ. ശരി സാർ. വാ. എന്റെ വാറ്റ് കൊണ്ടുപോയി എന്റെ തലയിൽ ഇടുത്തി വീഴണേ. അപ്പൊ എന്റെ കൊലയോ? നിന്റെ കൊല. താൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് എത്ര നാളായി? 2 മാസം. അതിനിടയിൽ ഇപ്പോ 14ാമത്തെ മോഷണമാണ്. എന്നാൽ താൻ മുമ്പിരുന്ന ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ഇപ്പൊ മോഷണം ഒന്നും നടക്കുന്നില്ല. അതെ, അന്ന് അവിടെ നടന്ന ഒരു മോഷണത്തിന് പോലും തുമ്പുണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. ഇവിടെ തനിക്കറിയോ, ഞാനിരുന്ന സ്റ്റേഷനിലെ ജീപ്പ് വരെ അമ്മരടിച്ചോണ്ട് പോയി. എന്തൊരു നാണക്കേടാ. അവസാനം MLAയുടെ വീട്ടിൽ മോഷണം നടന്നപ്പോഴാണല്ലോ പണിഷ്മെന്റ് ട്രാൻസ്ഫർ തന്നെ ഇങ്ങോട്ട് കിട്ടിയെടുത്തു. ഇപ്പൊ മോഷണം മൊത്തം ഇടാം. ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം അവിടുത്തെ പരാതിക്കാരെല്ലാം അവരുടെ പരാതിയും പിൻവലിച്ചെന്ന്. അതെന്താ അങ്ങനെ? മോഷണം പോയ സാധനങ്ങളെല്ലാം അവർക്ക് തിരിച്ചു കിട്ടി. കേട്ടിട്ടൊരു സിനിമാ കഥ പോലും ഉണ്ടല്ലോ. ഇവിടെ SI ആയിരുന്നു, ഇപ്പൊ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഗുഡ് സർവീസ് സെന്റർ മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഞാനാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും വലിയ മണ്ടനായിരിക്കുന്നത്. എടോ, താൻ മണ്ടനായതുകൊണ്ടല്ല അവനെ തനിക്ക് പൊക്കാൻ പറ്റാത്തത്. പിന്നെ തന്നേക്കാൾ മിടുക്കനാണ് കള്ളൻ. അതാ അവൻ തന്നെ വലയിൽ വീഴാത്തത്. ഒരു കാര്യം ചെയ്യ്, താൻ 1 മാസം ഒന്ന് ലീവ് എടുത്ത് നോക്കിയേ. അപ്പൊ മോഷണം നടക്കുന്നുണ്ടോന്ന് അറിയാലോ. അതിലും ഭേദം ഞാൻ എന്റെ പാതി മീശ എടുക്കുന്ന. എന്നെങ്കിലും അവനെ എന്റെ കിട്ടും. അന്ന് ഞാൻ അവനെ പൂട്ടും. കിട്ടും കിട്ടും. എന്റെ വക്കീലെ, ഞാൻ എത്ര പ്രാവശ്യം വക്കീലിനെ വിളിച്ചു. നിങ്ങളൊന്ന് ഫോൺ എടുക്കണ്ടേ? ഫീസ് എത്ര വേണേലും ഞാൻ തരാം. വക്കീലൊന്ന് സഹകരിക്ക്. ആ മാരണത്തെ എന്റെ തലയിൽ നിന്ന് എങ്ങനെയാലും ഒഴിവാക്കിത്താ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് സമൂഹത്തിലൊരു നിലയും വിലയുള്ള ആളല്ലേ. കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ സമൂഹത്തിൽ നിലയും വില ഉണ്ടായിട്ട് എന്താ വക്കീലെ കാര്യം? ഈ ഭാരങ്കാലം നേരം വെളുക്കുന്നവരെ തുറന്നിരിക്കാൻ വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല ഭർത്താക്കന്മാരും നേരം വെളുത്തിട്ടേ ഇവിടുന്ന് പോകൂ.
വീട്ടിൽ ചെന്ന് അവളുമാരുടെ തിരുമോന്ത കാണേണ്ട കാര്യമില്ലല്ലോ. ദേ വക്കീലെ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഈ മാസം ഈ ബാധ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ അവളെ കൊല്ലും. ഒരു തെളിവ് പോലും ശേഷിപ്പിക്കാതെ ഞാൻ എന്റെ ഭാര്യയെ കൊല്ലും. ഒരുത്തനും എന്റെ രോമത്തെ തൊടത്തില്ല. ഈ ഇരിക്കണ ആരാണെന്ന് അറിയോ? ആരാ ആരാ? സ്ഥലം എസ് ഐ ഒന്നും അല്ലല്ലോ. SI അല്ല, സർക്കിളാ. അയ്യോ സാർ ക്ഷമിക്കണം കേട്ടോ, എന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. എന്റെ ഭാര്യയെ ഞാൻ തെളിവില്ലാതെ ഒന്നും കൊല്ലത്തില്ല. ഞാൻ അവളെ കൊന്നിട്ട് നേരെ സാറിന്റെ മുമ്പിൽ ഒന്ന് ഞാൻ സറണ്ടർ ആയിക്കോളാം. സാറേ രണ്ടെണ്ണം പറയട്ടെ. വേണ്ട വേണ്ട എന്റെ ഒരു ഇല്ല, സന്തോഷം. വേണ്ട ചേട്ടാ. വക്കീൽ സാറേ ഓ ഒന്ന് ശരിയാക്കണം. ഓ ചെല്ല് ചെല്ല്. ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്. ഓ ചെല്ല്. വട്ടെ സാറേ, ആണിന്റെ വാരിയിലെടുത്ത വിളുമാരിയൊക്കെ ഉണ്ടാക്കിയെന്ന് ആരാ പറഞ്ഞത്? ആണിന്റെ നട്ടലിലെടുത്ത വിളുമാരിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവം രക്ഷപ്പെടാനൊരു അവസരം കൊടുത്തതാ. വീണ്ടും പോയി കുഴി ചാടിയിരിക്കുന്നു. അതെങ്ങനെ? ആദ്യം ഒന്ന് കെട്ടിയതാ അയാള്, അതും ഇതുപോലെ വിഷയമായി. ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുത്തതാ, അതും കഷ്ടപ്പെട്ട്. എന്നിട്ട് ആ പഹയം പോയി വീണ്ടും കെട്ടിയേക്കണ്. വല്ല കാര്യം ഉണ്ടായിരുന്ന ആർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടാ? തനിക്ക് പ്രയോജനം ഉണ്ടല്ലോ. അത് നേരാ, ഫീസ് അഡ്വാൻസ് ആയിട്ട് കിട്ടും. എന്താണ് ഫോൺ എടുക്കുന്നില്ലേ? ഏ? താൻ ഫോൺ എടുക്ക്. അത് സണ്ണിയാണ്. ഏത് സണ്ണി? അയ് നമ്മുടെ ദുബായ്ക്കാരൻ സണ്ണിയില്ലേ? ആ നമ്മുടെ സണ്ണി. അയാളെന്നെത്തി. എന്നിട്ടാണോ താൻ ഫോൺ എടുക്കാത്ത? ഫോൺ എടുത്താലൊന്നും സംസാരം തീരില്ല. അത് മറ്റൊരു വിഷയോ. താൻ കഴിക്ക്. എന്താണ്? അതും ദാമ്പത്യമാണോ പ്രശ്നം? പിന്നല്ലാതെ കുടുംബക്കോടതി വക്കീലിന്റെ അടുത്ത് കൊലക്കേസ് വരുമോ? അത് പോട്ടെ. ഇവിടെ ആ കള്ളനെ പോക്കാൻ എന്താണ് ഒരു വഴി? എനിക്ക് തോന്നുന്നത് തനിക്കിട്ട് ആരോ പണിയുന്നുണ്ടെന്നാണ്.